ശരി എത്തിയിട്ടില്ല. ശരി ഡാൻ, എന്തായാലും കിങ് പിൻ പത്മകുമാറാണ്. ഈ രീതിയിലാണ് അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പോകുന്നത്. റിമാൻഡ് റിപ്പോർട്ട് നോക്കിയാലും കൃത്യമായിട്ട് ഇക്കാര്യം മനസ്സിലാക്കാൻ കഴിയും. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ ഇടപെടൽ നടത്തിയത് അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ ആയിരുന്നു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശം വന്നിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിർണായകമായ ആ യോഗത്തിൽ തീരുമാനമെടുക്കുന്നതിന് കാരണക്കാരനും എ പത്മകുമാർ ആണ് എന്ന രീതിയിലുള്ള പരാമർശമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത്. ഇപ്പോൾ VHP നേതാവ് ശ്രീ അനിൽ വിളയിൽ ടെലിഫോൺ ലൈനിൽ. ശ്രീ അനിൽ വിളയിൽ, എന്തായാലും കിങ് പിൻ എ പത്മകുമാർ ആണ്. അവിടെ കൊണ്ട് അന്വേഷണം തീരും എന്നാണ് ഇപ്പോഴത്തെ അന്വേഷണത്തിന്റെ പോക്കനുസരിച്ച് തോന്നുന്നത്. അതെ, കിങ് പിൻ പത്മകുമാർ ആണെങ്കിലും ഇതിന്റെ മുകളിൽ ഒരു കിങ് ഉണ്ടാകുമല്ലോ. ആ കിങ്ങിലേക്കുള്ള അന്വേഷണം ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അത് ദേവസ്വം മന്ത്രിയായിരുന്ന വ്യക്തിയിലേക്ക് തന്നെ ചെല്ലുമെന്നുള്ളതാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്. കാരണം പത്മകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമായി ഇത്ര വലിയൊരു മോഷണം ശബരിമലയിൽ ആസൂത്രണം ചെയ്യാനോ നടപ്പാക്കാനോ സാധിക്കില്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ദൈവം പോലെ വിശ്വസിച്ചിരുന്ന ചിലർ എനിക്ക് പണി തന്നു എന്ന രീതിയിലായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പരാമർശം തന്നെ. ഒരു CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം മാത്രമായിട്ടുള്ള ശ്രീ പത്മകുമാർ ദൈവം പോലൊരാളെ കരുതുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ തന്നെയായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായ ഒരു വസ്തുത തന്നെയാണ്. തീർച്ചയായിട്ടും കടകംപള്ളി സുരേന്ദ്രന്റെ അനുവാദവും സമ്മതവും ഇല്ലാതെ ഈ എ പത്മകുമാറിന്റെ കൂട്ടുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള എന്നുവെച്ചാൽ CPM-ന്റെ സംസ്ഥാന സമിതി അംഗം പോലുമല്ല, ഒരു ജില്ലാ ഘടകത്തിൽ വരെയുള്ള അംഗമായിരുന്ന ശ്രീ പത്മകുമാറിന് ഇത്തരത്തിലുള്ള വലിയൊരു മോഷണം ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാകില്ല. അത് പൊതുസമൂഹത്തിലെ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞ വസ്തുതയാണ്. അതുകൊണ്ട് കിങ് പിന്നായിരിക്കാം അദ്ദേഹം, പക്ഷേ കിങ് ആയിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനിൽ കൂടി അന്വേഷണം ചെന്നെത്തിയാൽ മാത്രമേ പൊതുസമൂഹത്തിൽ ഈ SIT-യുടെ അന്വേഷണം അത് ശരിയായ ദിശയിലാണെന്ന് തോന്നുന്നത്. ഒരു ഭരണസമിതി വിചാരിച്ചാൽ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിചാരിച്ചാൽ ഇത്തരത്തിൽ രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാൻ പറ്റും. കാരണം അത് അവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയാണ് അന്തിമമായിട്ട് തീരുമാനമെടുക്കുന്നത്. അതിന്റെ മുകളിലേക്ക് സർക്കാരിലേക്ക് ഇതിന്റെ അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണപരമായ ഘടന അങ്ങനെയാണ്. അപ്പോൾ ഭരണസമിതിയിൽ ഒരു തീരുമാനമെടുത്തെങ്കിൽ അത് ദേവസ്വം സെക്രട്ടറിക്ക് നൽകുന്നു, അത് ഉത്തരവായിട്ട് ഇറക്കാൻ. അങ്ങനെ ഒരു ഉത്തരവ് 2019 മാർച്ചിൽ വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടുന്നു സ്വർണം പൂശുന്നതിന് വേണ്ടി. അവിടെ മറച്ചു വെച്ചത് ഈ കട്ടിളപ്പാളികളിൽ സ്വർണ്ണപ്പാളികൾ ഉണ്ടായിരുന്നു. അത് തങ്കത്തിൽ പൊതിഞ്ഞവയായിരുന്നു. 1998-99 വിജയ് മല്യ സംഭാവനയായി നൽകിയതാണ്. ഇക്കാര്യം മറച്ചുവെച്ച് അത് ചെമ്പുപാളികൾ എന്നാക്കി. അത് ഭരണസമിതിക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ, അത് ചെയ്തു. അല്ല, ഭരണസമിതിക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളായിരിക്കാം. പക്ഷേ ഇതിനകത്ത് നമ്മൾ വിചാരിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മുൻകാല രാഷ്ട്രീയ ജീവിതത്തിലെ ചില സംഭവങ്ങൾ, അദ്ദേഹം ഒരു കളങ്കിത വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് സൂചനയുണ്ടല്ലോ. കേരളത്തിൽ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ മദ്യദുരന്തം, ഏറ്റവും വലിയ വ്യാജ വാറ്റുകാരനായിട്ടുള്ള മണിച്ചനിൽ നിന്ന് മാസപ്പടി കൃത്യമായി വാങ്ങിയിരുന്ന വ്യക്തിയാണ് കടകംപള്ളി സുരേന്ദ്രൻ. അങ്ങനെ വരുമ്പോൾ പണത്തിനോട് അത്യാർത്തിയുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ അനുവാദവും സമ്മതവും ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് തന്ത്രശാലിയാണല്ലോ. അദ്ദേഹം ഏതെങ്കിലും പേപ്പറിൽ ഉൾപ്പെടുകയോ ദേവസ്വം മന്ത്രി എന്ന രീതിയിൽ ഏതെങ്കിലും ഫയൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ എത്തുകയോ ചെയ്തിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, പത്മകുമാറും ഈ കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള അവിഹിതമായ ബന്ധം കൂടി അന്വേഷിക്കുകയും ഇവർ തമ്മിൽ അക്കാലത്ത് നടത്തിയിട്ടുള്ള ഇടപാടുകളെ പറ്റിയുള്ള അന്വേഷണം കൂടെ നടത്തുമ്പോൾ ഇപ്പോൾ ശ്രീ റെജി ലൂക്കോസ് ടെലിഫോൺ ലൈൻ. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ അനിൽ പറഞ്ഞത് പത്മകുമാറിൽ ഒതുക്കരുത്, മുകളിലേക്ക് കടകംപള്ളിയിലേക്ക് എത്തണം എന്നാണ്. പക്ഷേ നിലവിൽ അങ്ങനെയുള്ള മൊഴി ഇല്ല എന്നാണ്. അന്വേഷണ സംഘത്തിന് പരിമിതികളുണ്ട്, വിവരങ്ങൾ പുറത്തുവിടാൻ പറ്റില്ല, ഹൈക്കോടതിയുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഉള്ളതാണ്. പക്ഷേ ഈ കടകംപള്ളിയുടെ പേരിങ്ങനെ പ്രചരിച്ചത് കൊണ്ട് അന്വേഷണ സംഘം പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറഞ്ഞത്. അല്ലെങ്കിൽ ഇത് ഒരുപാട് പ്രചാരം കിട്ടിപ്പോകും അതിന്. പക്ഷേ അനിൽ ഇപ്പോൾ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചുവല്ലോ, മുകളിലും ഒരാൾ ഉണ്ടാവാം, ഈ ഭരണസമിതിയിൽ ഒതുങ്ങുകയില്ല എന്ന്. അല്ല, അത് വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന്റെ എന്താ പറയുക, ഒരു ഗ്ലാമർ കേരളത്തിൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഏതോ ഒരു കോർണറിൽ നിന്ന് പുറത്തുവിട്ടാകും. നമ്മൾ ശബരിമലയെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അല്ല, ഗ്ലാമർ ഇപ്പോൾ പത്മകുമാർ തന്നെ അറസ്റ്റ് ചെയ്താലും ഗ്ലാമറിന് കുറവുണ്ടാവും. അത് ഞങ്ങൾ ഫീൽഡിലൊക്കെ പോകുന്നത് ഞങ്ങൾക്ക് അറിയാൻ വ്യക്തമായിട്ട് എങ്ങനെയാണെന്നുള്ളത്. ഈ സർക്കാരിന്റെ ഇച്ഛാശക്തി, ആർജവത്വവും ഈ അന്വേഷണത്തിൽ എത്രത്തോളം ഫലം ചെയ്തെന്നുള്ളത് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതിലല്ല നമ്മൾ നിൽക്കേണ്ടത്. ശബരിമല ദേവസ്വം ബോർഡ് എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള അതിന്റെ അധികാരത്തെ കുറിച്ച് തന്നെ ഈ പറയുന്നതെന്ന് മനസ്സിലാക്കണം. അതൊരു ഓട്ടോണമസ് ബോഡിയാണ്, അതൊരു സ്വതന്ത്ര ബോഡിയാണ്. സർക്കാരിന്റെ കാര്യമായ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ എന്താ പറയുക, ഒരു സ്വന്തം അധികാരമുള്ള ബോഡിക്ക് മുകളിൽ സർക്കാരിനില്ല എന്നുള്ളതാണ്. ഒരു മന്ത്രിയെ സംബന്ധിച്ചോളം അവിടുത്തെ ഡേവേ നടക്കുന്ന
ദിനംപ്രതി നടക്കുന്ന പരിപാടികളിലോ പൂജകളിലോ അതിന്റെ തീരുമാനം എടുക്കുന്നതിലൊന്നും ഒരു അധികാരവും ഈ മന്ത്രിക്കില്ല. അത് സ്വയംഭരണാധികാരമുള്ള ഈ ബോർഡിനാണ്. ഇപ്പൊ സർക്കാരിന്റെ ചുമതല എന്ന് പറയുന്നത് അതിന്റെ പിന്നെ അവിടെ വരുന്ന തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ക്രമസമാധാനം പാലിക്കുക, അങ്ങനെയുള്ള ഒരു ഡ്യൂട്ടി മാത്രമേ സർക്കാരിനുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്ന ഒരു മന്ത്രിയുടെ അനുവാദത്തോടു കൂടി ചെയ്തെന്ന് പറഞ്ഞാൽ അസംബന്ധമാണ്. അത് പൊളിറ്റിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ അധികാരപരമായിട്ടുള്ള രാഷ്ട്രീയ ചിന്തകളെ കുറിച്ചുള്ള വികലമായ ഒരു വീക്ഷണം മാത്രമേ ഉള്ളൂ. തന്നെയുമല്ല പിന്നെ SITയുടെ ഭാഗത്തു നിന്നും നമുക്കറിയാൻ പറ്റുന്നത് ഈ പറയത്തക്ക രീതിയിലുള്ള ഒരു നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അധികാരത്തിന്റെ ചെങ്കോല് പിടിച്ചുകൊണ്ട് അതിലെ കടന്നുകയറ്റത്തിനോ ഈ കടകംപള്ളി തുനിഞ്ഞിട്ടില്ല. കടകംപള്ളിക്ക് അതിന് സാധിക്കത്തുമില്ല. SIT തന്നെ പറഞ്ഞ് അങ്ങനെ ഒരു മൊഴിയും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് വെറുതെ എന്തിനാണ് ഈ കടകംപള്ളി സുരേന്ദ്രനെ അതിനകത്ത് വലിച്ചടിക്കുന്നത്? ഒരു മന്ത്രിക്ക് ശബരിമലയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് അവിടെ ചെയ്യേണ്ടത് ആത്യന്തികമായിട്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നയാൾ, ആ പൂജാപരമായിട്ടുള്ള കാര്യങ്ങൾ, ശ്രീകോവിലിലെ കാര്യങ്ങൾ, ശബരിമലയിലെ പിന്നെ ചടങ്ങുകളെ കുറിച്ച് തീരുമാനം എടുക്കേണ്ട ഒരൊറ്റ വ്യക്തിയാണ് തന്ത്രിയാണ്. തന്ത്രി അറിയാതെ കണ്ട് അവിടുന്ന് ഒരു ഇല പോലും അനങ്ങത്തില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയും. കഴിഞ്ഞ 4 ദിവസം മുമ്പ് SIT അവിടെ പോയി പരിശോധന നടത്തുന്നതിന് മുമ്പ് ഈ തന്ത്രിയുടെ അനുമതി ചോദിച്ചിരുന്നു. എന്തിനാ? അധികാരമുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു തന്ത്രിയുടെ അനുമതിന്റെ ആവശ്യമുണ്ട്. പക്ഷെ അതിന്റെ ആചാരം അതാ. അതുകൊണ്ട് ഈ തന്ത്രിയുടെ അനുമതി എടുത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്ത്രിക്ക് ഇതിനകത്ത് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. തന്ത്രിയെ ആരെങ്കിലും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പൊതുസമൂഹത്തിന് വളരെ വ്യക്തമായിട്ടറിയാം തന്ത്രിയുടെ അറിവില്ലാതെ അവിടെ ഒന്നും പോകത്തില്ല. മന്ത്രി ഉണ്ടാവില്ല, പക്ഷേ തന്ത്രി ഉണ്ടാകും അല്ലേ? സംശയക്കാരുണ്ട്. മഞ്ജുഷനും എനിക്കും എല്ലാവർക്കും അറിയാം. കാരണം ശബരിമലയുടെ പരമാധികാരി തന്ത്രിയാണ്. തന്ത്രി തന്നെ പറഞ്ഞല്ലോ, ഞാൻ ഒപ്പിട്ട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ, എനിക്ക് ഇതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിവില്ല. കൂടുതൽ ശരണയ്യപ്പ സ്വാമി ശരണം എന്നൊക്കെ പറയുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മഞ്ജുഷ് ശ്രദ്ധിച്ചാൽ നിങ്ങൾ ആരും കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നില്ല. വാജിവാഹനം എന്ന് പറയുന്ന കൊടിമരത്തിന്റെ മുകളിലുള്ള ഇറിഡിയം കലർത്തി നിർമ്മിച്ചെന്ന് വാർത്തകളിലൂടെ പറഞ്ഞത് ഒരു മാധ്യമ പ്രവർത്തകന്റെ ദൃഷ്ടിയിൽ അത് എടുത്തുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കയറി ഇടപെടുന്നത് ദയവായിട്ട് ക്ഷമിക്കണം. റെജി ലൂക്കോസിന്റെ കൂട്ട് ഹൈന്ദവപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഒരു വ്യക്തതയും ഇല്ലാത്ത വ്യക്തിയെ കൊണ്ട് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ പറയിക്കരുത്. വാജിവാഹനത്തിലൊന്നും അല്ല ഇറിഡിയം ഉള്ളത്. അദ്ദേഹം ചുമ്മാതെ വിഡ്ഢിത്തം പറയരുത്. വാജിവാഹനം ഒരു കുതിരയുടെ താങ്കൾ വെറുതെ ഹിന്ദുമതത്തിലെ വാജിവാഹനം ഇപ്പൊ എവിടെ ഉണ്ട് എന്നുള്ളതാണ്. വാജിവാഹനം എവിടെ ഉണ്ട് എന്നുള്ളതാണ് റജി പറഞ്ഞത്. ഉണ്ട് എങ്കിൽ അത് താഴികക്കുടത്തിലാണ്. വാജിവാഹനം എന്താ, താഴികക്കുടം എന്താ, ചുക്കും ചുണ്ണാമ്പും എന്താണ്? ശ്രീ റെജി ലൂക്കോസ് ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങൾ പുലമ്പരുത് ദയവായിട്ട്. താങ്കൾ രാഷ്ട്രീയം പറഞ്ഞോളൂ, താങ്കൾ രാഷ്ട്രീയം പറഞ്ഞോളൂ. ഹിന്ദു താങ്കൾ 101 അനിൽ താങ്കൾ തന്ത്രിയെ അനുകൂലിക്കുന്ന ആളല്ലല്ലോ അല്ലേ? തന്ത്രിയെ അനുകൂലിക്കുന്ന ആളല്ലല്ലോ അല്ലേ? അനുകൂലിക്കുന്നില്ലല്ലോ. ഞാൻ തന്ത്രിയെ പറ്റി അല്ല പറഞ്ഞത്. വാജിവാഹനം എന്ന് പറയുന്ന ഒരു കുതിരയുടെ രൂപം മാത്രമാണ് ശ്രീ റെജി ലൂക്കോസ്. അതിനകത്തൊന്നും വെക്കത്തില്ല. താഴികക്കുടത്തിലാണ്. താങ്കൾ വിഡ്ഢിത്തം പറയുന്നത്. ശരി അത് അല്ലല്ല റെജി അതിനകത്ത് പറയാൻ ഉദ്ദേശിച്ചത് തന്ത്രിയുടെ വീട്ടിലല്ലേ വാജിവാഹനം എന്നുള്ളതാണ്. ശരി, അതേ കഴിഞ്ഞൊരു ചർച്ചയിൽ ഇത് തന്നെ പറഞ്ഞതാണ്. വാജിവാഹനത്തിനകത്ത് ഉണ്ട് വിഡ്ഢിത്തം പറയരുത്. ഹിന്ദു മത സങ്കല്പങ്ങളെ പറ്റി ഇത്തരത്തിലുള്ള അറിവില്ലാത്ത വിഡ്ഢിത്തം പുലമ്പാൻ താങ്കൾക്ക് യാതൊരു യോഗ്യതയുമില്ല. രാഷ്ട്രീയം താങ്കൾ പറയുന്നത് ഞാൻ സമ്മതിച്ചു തരാം. ഇറിഡിയം എന്ന് പറയുന്ന മൂലകം ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നത് ഏതിനകത്താണ്? താഴികക്കുടം എന്താ, വാജിവാഹനം എന്താണെന്നറിയാത്ത വിഡ്ഢിത്തം ദയവായിട്ട് താങ്കൾ പുലമ്പരുത്. താങ്കള് എന്റെ വിഡ്ഢിത്തത്തിന് സർട്ടിഫിക്കറ്റ് ഞാൻ പറഞ്ഞാലും ഒരു മണ്ടനെ, അതായത് കൊള്ള നടത്തിയെന്ന് ഉള്ള ഒരു തരത്തിലുള്ള വിവരവും അത് എങ്ങനെയാണെന്ന് പറയുന്നത്. താങ്കൾ എന്നെ ഹിന്ദുത്വം പഠിപ്പിക്കേണ്ട, ഹിന്ദുവായി ജനിക്കണമെന്നില്ല വിഡ്ഢിത്തമാണ് പറയുന്നത്. അതിൽ തർക്കം വേണ്ട. ഒറ്റ കാര്യമേ ഉള്ളൂ. വാജിവാഹനം തന്ത്രിയുടെ വീട്ടിലുണ്ട് എന്നുള്ള കാര്യം റെജി പറയാൻ വന്നപ്പോഴാണ് താങ്കൾ പറഞ്ഞത് വാജിവാഹനത്തിന്റെ പ്രത്യേകതകൾ എടുത്തു പറഞ്ഞത്. പക്ഷെ റെജി പറയാൻ ഉദ്ദേശിച്ച് വാജിവാഹനത്തിന്റെ പ്രത്യേകതകളല്ല. ശ്രീ അനിൽ ഇക്കാര്യത്തിൽ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ? അല്ലല്ല, വാജിവാഹനം ആരുടെ വീട്ടിലാണ് എന്നുള്ള കാര്യം റെജി പറഞ്ഞതിനോട് താങ്കൾ അനുകൂലിക്കുന്നുണ്ടല്ലോ. വ്യത്യാസമില്ലാതെ